ഗിരീഷ് മണ്ഡല വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വെതൽ ട്രാൻസ്പോർട്ടിന്റെ കണ്ടെയ്നറിൽ കോഴിക്കോട് വരാൻ പോകുന്ന കാഴ്ചകളാണ്. അതും ഒരു ഡേയും നൈറ്റും കണ്ടെയ്നറിൽ സ്റ്റേ. അടിപൊളി വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് അടിക്കാതെ കാണണം. ഈ ലോഡ് നമുക്ക് കോഴിക്കോട് ബാലുശ്ശേരിക്കാണ്. അപ്പോൾ ഇതും കൊണ്ട് പോയി അവിടെ ഇറക്കുന്നതും അതുപോലെ തന്നെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം, അതായത് രാത്രി പകലും ഈ ലോഡ് എത്തിക്കുന്ന ആ ഒരു ഡ്യൂട്ടിയിലാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കുറേ ആൾക്കാർ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോഴേക്കും ഇവിടെ വല്ല പണിയെടുത്ത് ജീവിക്കണമെന്നൊക്കെ പറയും. എൻ്റെ പൊന്നു പോയി, നമ്മളൊക്കെ പണിയെടുക്കണ പോലെ അതിൻ്റെ പകുതി നിങ്ങൾ എടുത്താൽ മതി. രാത്രിയും പകലും ഇല്ലാതെ വണ്ടി ഓടിച്ചുണ്ട്. ഇതേപോലെ ഹെൽപ്പറായിട്ടൊക്കെ പോയിട്ടുണ്ട്. ശരിയാക്കി വണ്ടി ഓടിക്കണ്ട. ഇതൊക്കെ കണ്ടിട്ട് പണിയില്ലേ, പണിക്ക് പോകാറില്ല, എപ്പോഴും യാത്ര ചെയ്ത് നടക്കുകയാണ്. അപ്പം ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് ബാക്കി ജോലിക്കൊപ്പമുള്ള ആ സമയമൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോ ഒക്കെ ആയിട്ട് വന്നേട്ടാ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ജോലിയൊക്കെ ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഈ ഇതേപോലെ കമൻറ്റ് ഇടുന്നതും അതുപോലെ തന്നെ ഇതിനു വേണ്ടി കുറേ ആൾക്കാർ പണിക്കൊന്നും പോകാണ്ടിരിപ്പുണ്ട്. കുറേ മദ്യവും കുറേ ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കുറ്റം പറഞ്ഞൊക്കെ ജീവിക്കുന്ന ഒരുപാട് ൂളകളുമാരോടൊക്കെ ഉണ്ട് ഈ പറയുന്നത്. മറ്റുള്ളവരുടെ കുറ്റമൊക്കെ കണ്ടുപിടിക്കാണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്കും പണിയെടുത്ത്. അപ്പൊ പണിയാണ് ലഹരി, അല്ലാണ്ട് നിങ്ങളെയൊക്കെ പോലെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് 24 മണിക്കൂർ കണ്ടവൻ്റെ കുറ്റം പറഞ്ഞ് നടക്കാമെന്ന് ഞങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേപോലെയുള്ള നിങ്ങൾ പറയണ പോലെ കോമാളിത്തരം കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്ത് നടക്കണ്ട. കണ്ടെയ്നർ റോട്ടിൽ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തു. വേറെ ഈ ലോഡ് ഇതെങ്ങാനാണ് ലോഡ് എങ്ങാണ്? കോഴിക്കോട് ബാലുശ്ശേരി. ഞങ്ങൾ നേരെ ബാലുശ്ശേരിക്കണ്ട, കോഴിക്കോട് ബാലുശ്ശേരിക്കാണ്. ഇവിടെ ഷിബി മച്ചാൻ തകർക്കണേ അല്ലേ? ഭാരത് ബെൻസിൻ്റെ 20 കണ്ടെയ്നർ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. എന്നാലും ഞങ്ങളിങ്ങനെ പതിയെ അങ്ങോട്ട് പോകണേ. രാത്രി 10 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തു ബ്ലോക്ക് മാറാനായിട്ട്. ഓക്കെ, അവിടെ എത്തിയപ്പോ ഇപ്പൊ എങ്ങനെ എത്തും കോഴിക്കോട്? റോഡ് വളരെ മോശമല്ലേ? എവിടെ എത്തിയപ്പോ? പൂരപ്പുഴ, പരപ്പനങ്ങാടി പൂരപ്പുഴയിലെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. നമ്മളെ ചെക്കനാണ് തകർത്ത് ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടിയില് ഡ്രൈവർമാർക്കൊക്കെയുള്ള ഏക ആശ്വാസം എന്ന് പറയണത് ഇതേപോലെ നീണ്ടു നിവർന്നൊന്ന് കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു ഗുണമുണ്ടോ. അതെന്തായാലും അടിപൊളിയാണ്. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഡ്രൈവർമാരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഞാൻ പൂരപ്പുഴ പാലം എന്ന് പറഞ്ഞിട്ട് വിളിച്ചെണീപ്പിക്കുകയാണ്. എണീറ്റ് വന്നപ്പോഴേക്കും പാലമൊക്കെ കഴിഞ്ഞു. എന്തായാലും എന്നെ വിളിച്ചെണീപ്പിച്ചല്ല, നമുക്കൊരു കട്ടൻ ചായ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ വണ്ടി ഒതുക്കിയിടാം. അത് ഇതേപോലെ ടയറിലൊക്കെ ഇട്ടിങ്ങനെ മുട്ടുണ്ടാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ടയറിൽ വല്ല എയർ കുറവുണ്ട് അല്ലെങ്കിൽ പഞ്ചറാണെന്നൊക്കെ എവിടെ നിർത്തിയാലും ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ യാത്രയിൽ അവരുടെ സ്ഥിരം പതിവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്ന ചായക്കടയിൽ നിന്ന് സ്ഥിരം ചായ കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ കണ്ടെയ്നറിൽ കയറി യാത്ര തുടങ്ങി. അപ്പോൾ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻചന്ത ബൈപ്പാസിൽ കോഴിക്കോട് ലുലു മാളിൻ്റെ ആ സ്പോട്ടിൽ ഞാൻ ഇറങ്ങും. അപ്പോൾ എനിക്കവിടെ ഇറങ്ങി കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു സുഹൃത്ത് വരും. അപ്പോൾ അവിടെ നിന്ന് 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ആൾ പോയി ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതേ ലുലു മാളിൻ്റെ ആ പരിസരത്തെത്തി ഞാൻ നേരെ അവിടെ ഇറങ്ങി. ഞാൻ നേരെ എൻ്റെ സുഹൃത്തായ ആസിസിക്കയുടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ നിന്ന് നേരെ കോഴിക്കോട് സിറ്റിയിലേക്ക് പോകണേണ്ട. ഇവിടെ ഇങ്ങനെ തകർത്തുകൊണ്ടിങ്ങനെ അതിവിദഗ്ധമായിട്ട് ജുപ്പിറ്റർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ ഇവിടെ കാണാനുണ്ടാവും. അങ്ങനെ നേരെ അവിടെ നിന്ന് എന്തായാലും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റഹ്മത്ത് ഹോട്ടൽ തന്നെ ആയിക്കോട്ടെ, കോഴിക്കോട് ഏറ്റവും സൂപ്പർ ബിരിയാണി കിട്ടാം. റഹ്മത്ത് ഹോട്ടലിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ റഹ്മത്ത് ഹോട്ടലിൻ്റെ ഏരിയയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം സിറ്റി ആയതുകൊണ്ട് ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇടവഴിയിൽ കയറി നശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാണുന്നതാണ് മച്ചന്മാരെ റഹ്മത്ത് ഹോട്ടൽ. ഇപ്പോൾ കോഴിക്കോട് ആര് വന്നാലും ഇവിടുത്തെ റഹ്മത്ത് ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി
ഏരിയ ഡെവലപ്പാക്കിയിട്ടുണ്ട്, നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് റഹ്മത്ത് ഹോട്ടലിലേക്ക് വരും. വീണ്ടും ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ വന്നിട്ട് അവിടുത്തെ ബൈപ്പാസിൽ നിന്ന് നമ്മുടെ ചെക്കൻ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു 3-3:30 ആയപ്പോഴേക്കും ഹൈലൈറ്റ് മാളിൻ്റെ ആ പരിസരത്ത് ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇവൻ്റെ കൂടെ വീണ്ടും ഇന്നലെ രാത്രി ഞാൻ അതിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഇവൻ തിരിച്ച് ലോഡ് ഇറക്കിയിട്ട് തിരിച്ച് ഹൈവേയിൽ വന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇവൻ്റെ കൂടെ വണ്ടി കയറിയിട്ട് എറണാകുളത്തേക്ക് പോകണം. അപ്പോൾ ഇന്നലെ നൈറ്റ് കോഴിക്കോട്ടേക്ക് പോയ കാഴ്ചകളെല്ലാം കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന മനോഹരമായ ഈ കാഴ്ച. അപ്പോൾ ഹൈവേ നല്ല അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ഓടിക്കണതും അതുപോലെ ഇന്നത്തെ ഡേ കോഴിക്കോട് ടു എറണാകുളം വരുന്ന കാഴ്ചകളൊക്കെ ഇതിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നൈറ്റ് വൈബും അതുപോലെ തന്നെ ഇന്ന് ഡേ ഉള്ള ആ റൈഡിൻ്റെ കാഴ്ചകളും അതും നമ്മുടെ കണ്ടെയ്നറിലുള്ള ആ വ്യൂ എന്താണെന്ന് നോക്കി ഫ്രണ്ടോട്ട് നോക്കി എന്താ രസം, അതിമനോഹരമായ വ്യൂ. സ്ഥലത്തിൽ ഓട് ഇറക്കി തിരിച്ചു പോന്നുകൊണ്ടിരിക്കണ്ട അതേ വണ്ടി ഓടിക്കണ്ട. കാൽസ്യം കാർബണേറ്റ് ആയിരുന്നു കണ്ടെയ്നറിൽ, അതവിടെ കൊണ്ട് ഇറക്കി. അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഗോഡൗണിനെ കൊണ്ട് ഇറക്കി. നമ്മൾ നേരെ തൊണ്ടയാട് ബൈപ്പാസൊക്കെ കഴിഞ്ഞ് പുതിയ ബൈപ്പാസിലൂടെ ചെതറിച്ചുകൊണ്ടിരിക്കണേ. ഭാരത് ബൾസിൻ്റെ പുലി ഈ ബൈപ്പാസിലൂടെ വണ്ടി ഓടിക്കാനായിട്ടൊക്കെ അടിപൊളിയാണ്. അതായത് പ്രത്യേകിച്ച് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ്. മഴ കനത്ത് വന്നിട്ട് മഴ കൂടുമ്പോഴേക്കും ഇതിൽ നമുക്കുള്ള ഏതൊരു ആശങ്ക എന്ന് പറയുന്നത് എന്താ പറയുക, ഏറ്റവും കുറക്കാനായിട്ട് മഴ കട്ട് ചെയ്ത് 2 സൈഡ് കട്ട് ചെയ്തിട്ട് കുറേ മെഷ് ഇങ്ങനെ മഴയുടെ സൈഡിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്ത് സിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇതിൻ്റെ സൈഡ് വാളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ ഇത് പോരാതെ ഇന്ന് മാറ്റും. ശരിക്കൊരു നല്ല രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സൈഡ് വാളുകളുണ്ട്. ഇവിടെ 2 സൈഡും കഴിഞ്ഞാൽ ഇതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് നീളത്തും കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ ഇനിയെങ്കിലും നിർമ്മിക്കുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ നിർമ്മിക്കട്ടെ. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കൊന്ന് ഓർത്തു പോകും. എന്ന് വെച്ചാൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആ സ്റ്റൈല് ആ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ എന്താ പറയുക, കട്ടി കുറഞ്ഞ മെഷ് സൈഡിൽ വെച്ചിട്ട് വെറുതെ പരിക്കനിങ്ങനെ സ്പ്രേ അടിച്ച് പിടിപ്പിക്കണേന്ന്. ഇനി എന്ത് ടെക്നോളജി ആണെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അന്നൊക്കെ അത് കണ്ട് ഇതിൽ കൂടെയൊക്കെ ബ്ലോക്കിൽ വണ്ടി ഓടിച്ചിട്ടൊക്കെ പോയതാണ്. പക്ഷെ ഇപ്പം ശരിക്കും നമ്മൾ ഇതിൽ കൂടി പോകുമ്പോഴേക്കും ഇവിടെ അടുത്ത് തന്നെയാണ് ആ റോഡ് ഇടിഞ്ഞേക്കണത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈപ്പാസിൽ ആ റോഡ് ഇടിഞ്ഞു പോയല്ല. ആ ഏരിയ എത്തിയപ്പോഴേക്കും നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഡൈവേഴ്സണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴേക്കും ആ ഒരു ജംഗ്ഷൻ ലെഫ്റ്റ് എടുക്കേണ്ട ടൈം ആയപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിലുള്ള കണ്ടെയ്നർ ലോറി ആ പുള്ളി കുറച്ച് അതായിട്ട് പറ്റെടുത്ത് ആ ബിൽഡിങ്ങായിട്ട് പറ്റെടുത്ത് നേരെ ആ ബിൽഡിങ്ങിൻ്റെ സൺസൈഡൊക്കെ ഇടിച്ച് പൊളിച്ച് തകർത്ത് അവിടെ കിടക്കുന്നുണ്ട്. എന്ത് പറയാനാണ്. അവിടെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. ആ പോലീസുകാരൻ കറക്റ്റായിട്ട് റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. എന്നാലും ആന്ധ്രാപ്രദേശ് വണ്ടി കണ്ടാണ് ആൾ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. നേരെ വണ്ടി ഇടിച്ച് അങ്ങോട്ട് കയറ്റി സൈഡ് ആ കടയുടെ സൺസൈഡും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് അങ്ങോട്ട് വീഴുന്നുണ്ട്. കേട്ടോ എങ്ങനെയുണ്ട്, ഒരു രക്ഷയില്ല. പുള്ളിയുടെ വക ഒരു അരമണിക്കൂർ ബ്ലോക്ക് തന്നെ നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ വണ്ടി ഓടിക്കുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആൾക്കാർ നോക്കുമ്പോഴേക്കും ഭയങ്കര സിമ്പിളായിട്ട് പോകണം. ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ വണ്ടിക്കാരെയൊക്കെ കുറ്റം പറയും. അപ്പോൾ ഒരാളും ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഈ വണ്ടിക്ക് കടന്നു പോകാനുള്ളൊരു സ്പേസ് റെഡിയാക്കി കൊടുക്കുകയില്ല. ഇവന്മാരൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് യാത്രയിൽ കുറേ സമയം പോയി.
അതുപോലെ തന്നെ ഈ ബ്ലോക്ക് മാറുന്നവരെ നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെ വേണം അതുപോലെ വണ്ടി ഓടിച്ചെടുത്തിട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും ആദ്യം പോകണം എന്നുള്ളൊരു മൈൻഡാണ്. ഒരാളും ചവിട്ടി കൊടുക്കില്ല. ഒരു ബൈക്കുകാരും കാറുകാരൊക്കെ ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയൊക്കെ ഈസിയായിട്ട് അങ്ങോട്ട് പോയേനെ. ആൾ റൈറ്റ് ചേർത്തെടുക്കുന്നതിന് പകരം അപ്പുറത്തെ ഒരു കാറ് വന്നപ്പോഴേക്ക് ലെഫ്റ്റ് ഒതുക്കിയതാണ് നേരെ ആ കടയിൽ പോയിരുന്നത്. പിന്നെ ബ്ലോക്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി, പുറകെ ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ആ വണ്ടി അവിടെ നിർത്തി ആൾക്കാരൊക്കെ ഒന്ന് ഉടക്കായി വീണ്ടും പ്രശ്നങ്ങളാവുമെന്നാണ് വിചാരിച്ചത്. ആൾ കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ടിൽ അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി. ആ കടയുടെ സൺസൈഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഒടുങ്ങി താഴ്ത്തു വീണിട്ടുണ്ട്, അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. ഞങ്ങളുടെ വണ്ടി സൺസൈഡിൻ്റെ മൂലയൊക്കെ പൊട്ടി താഴെ വീണിട്ടുണ്ട്. അവിടെ ഉണ്ടായ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ താഴെ വീണിട്ടുണ്ട്. കടയുടെ ആളൊക്കെ അന്തം വിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതുപോലെ ഈ റോഡിലൂടെ വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോഴേക്കും ചെറിയ വാഹനങ്ങൾ കാറുകാരൊക്കെ വെച്ചൊക്കെ കൊടുക്കും. പരിപാടിയൊന്നും അത്ര നല്ലതല്ല. ഞാനിത് പറയാനുള്ള കാര്യം, ഞാനിന്ന് നമ്മൾ ഈ റോഡിലൂടെ പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇവർ ലോഡും കൊണ്ട് ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴേക്കും അവർക്ക് ഫ്രണ്ടിൽ ബൈക്കുകാരും അതുപോലെ തന്നെ കാറുകാരൊക്കെ പണി കൊടുക്കും. ചിലവരൊക്കെ നമ്മൾ മനഃപൂർവ്വം പണി കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവർ ലോഡും കൊണ്ടൊക്കെ പോണത്. കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇരുവശങ്ങളിലായിട്ട് നല്ല പടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ കാണുമ്പോഴേക്കും വിചാരിക്കും ഇത് ഏതോ പള്ളികളാണെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ പള്ളിയല്ല കേട്ടോ, ഓരോരുത്തരുടെ വീടാണ്. എന്താ പോലെ വീട്, ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ നമ്മളേതാണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിയ പോലെയാണ്. ഒരു രക്ഷയിലിട്ട് അതുകൊണ്ട് ഓരോ വീട് ഓരോ കിലോമീറ്ററാണ്. സൗദി അതിമനോഹരമായ ആ വീടുകളൊക്കെ കണ്ട് ആസ്വദിച്ച് വീണ്ടും ഹൈവേയിലൂടെ പോകുമ്പോഴുള്ള നമ്മുടെ ആകാശത്തിൻ്റെ ആ ഒരു വൈബും അതുപോലെ തന്നെ ചുറ്റിനുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഒരു അടിപൊളി ഒരു യാത്ര. കിടന്നുറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് വണ്ടിയുടെ പുറകിൽ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങി അടിപൊളിയാണ്. ഞാനത് കാണിച്ചു തരാം. സൂപ്പറായിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റും. ഇതൊക്കെ ഉള്ളത് ഡ്രൈവർമാർക്ക് ഭയങ്കര ഗുണമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നത് ഇതേപോലെ കിടന്നു അടിപൊളി. അവിടെ കിടക്കാനുള്ള സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഡ്രൈവർമാർക്കൊരു റെസ്റ്റൊക്കെ കിട്ടും. വണ്ടി നിർത്തിയിട്ട് ഈ ലോഡ് എടുക്കുന്ന ടൈമിലും ലോഡ് അവരുടെ ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഒതുക്കി കൊണ്ടുപോയിട്ട് അവർക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഉറങ്ങാനൊക്കെ ഉള്ള സ്പേസാണ്. നല്ല രസമുണ്ട്. നമ്മൾ കാറിലും ബൈക്കിലൊക്കെ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. കണ്ടെയ്നറിന് ഇവിടെ ഒന്ന് കോഴിക്കോട് വന്നപ്പോഴേക്കും നല്ല രസമായിട്ട് തോന്നും. അടിപൊളിയായിരുന്നു. അപ്പോൾ സ്ഥിരം ഓടിക്കണ അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ വണ്ടി വരുമ്പോഴേക്കും കയറ്റത്താണെങ്കിലും അതേപോലെ തന്നെ ലോഡും വണ്ടിയൊക്കെ വരുമ്പോഴേക്കും ഒരു ഗ്യാപ്പ് അവർക്ക് കൊടുക്കുക. അവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ വണ്ടിയെ കൊണ്ടൊക്കെ പോകുന്നത്. ദിവസങ്ങളോളം ഉറക്കം നിന്നിട്ടൊക്കെയാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നേരെ വണ്ടി ചായ കുടിക്കാനായിട്ട് നമ്മളൊന്ന് സൈഡ് ഒതുക്കിയില്ല. വീണ്ടും ചായ കുടിക്കും. ഈ ഹൈവേയുടെ സൈഡിലുള്ള ചെറിയൊരു പെട്ടിക്കടയിൽ നിർത്തി ഞങ്ങൾ ചായ കുടിച്ച് തിരിച്ചിങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും വണ്ടിയുടെ ഒരു ഫുൾ ക്ലോസ് അങ്ങനെ എടുത്തേക്കാന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. ഈ കണ്ടെയ്നറായിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് ഓടിയിട്ട് പോകുന്നത്. തിരിച്ച് എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ്. വണ്ടിയുടെ ഫുള്ളായിട്ടൊന്ന് കാണിച്ചേക്കാന്ന് വെച്ച് വണ്ടി ഇങ്ങനെ നിർത്തി ചെയ്തിട്ട് വണ്ടിയിൽ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു. ഞങ്ങൾ യാത്ര ചെയ്ത വണ്ടി കണ്ട എങ്ങനെയുണ്ട്, എൻ്റെ ആട്ടമൊക്കെ കണ്ട. ക്യാമറ ഇട്ട് വെറുതെ ഇട്ട് അനക്കി വെറുതെ ഇങ്ങനെ എടുത്താണ്ട് ഒരു രസത്തിന് വേണ്ടി അങ്ങനെ എടുത്താണ്ട. ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. മച്ചാന്മാരെ, ഞങ്ങളുടെ ഒരു ദിവസത്തെ കണ്ടെയ്നറിലെ സ്റ്റേ, ഡേ ആൻഡ് നൈറ്റ് സ്റ്റേ, അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വേണ്ട നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ടാ. എൻ്റെ എല്ലാ ചങ്കുകൾക്കും